ശ്രീ PC ജോർജിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അത് തികഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ആ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രവർത്തിച്ച ആ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും മനസ്സിലാകുന്ന, ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ്. നമ്മളെല്ലാം കേട്ട പ്രകാരം അദ്ദേഹം വെളിപ്പെടുത്തിയത് 4.5 കോടിയിലധികം രൂപ ചിലവഴിച്ചു എന്നാണ്. അദ്ദേഹം ഇലക്ഷൻ കമ്മീഷന് നൽകിയിരിക്കുന്ന കണക്ക്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ ഇലക്ഷൻ കമ്മീഷൻ കണക്ക് നൽകണം. ഇലക്ഷൻ കമ്മീഷൻ നൽകിയിരിക്കുന്ന കണക്ക് പ്രകാരം 28,68,060 രൂപ ചിലവഴിച്ചതായിട്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷന് രേഖാമൂലം നൽകിയ കണക്ക് ഇലക്ഷൻ കമ്മീഷനെ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അതിനേക്കാൾ ഏതാണ്ട് 15 മടങ്ങ് അധികം തുക ചെലവഴിച്ചതായിട്ടാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. പിന്നീട് അത് നിഷേധിച്ചത് പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ഉള്ള സമ്മർദ്ദത്തെ തുടർന്നും ഒക്കെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം, തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം അരുവിത്തറ ബൂത്ത് 17-ാം ബൂത്തിൽ വീട് കയറി പണം വിതരണം ചെയ്ത അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഏജൻറ്റിനെയും സംഘത്തെയും നാട്ടുകാർ തടഞ്ഞു വെച്ച് പോലീസിൽ ഏൽപ്പിച്ചൊരു സംഭവം ഉണ്ടായി. അന്ന് സോഷ്യൽ മീഡിയയിലും മറ്റ് എല്ലാ പ്രകാരത്തിലും വെളിപ്പെട്ട ഒരു കാര്യമാണ്. അരുവിത്തറ പോലീസ് ഈരാറ്റുപേട്ട പോലീസ് അതിന് കേസ് കൊടുത്തിട്ടുണ്ട്. ആ നിലയിൽ തന്നെ നിയോജകമണ്ഡലത്തിൽ വ്യാപകമായ ആ നിലയിൽ പണം കൊടുത്ത് വോട്ട് വാങ്ങുക, എല്ലാ പ്രകാരത്തിലുമുള്ള തെരഞ്ഞെടുപ്പ് അഴിമതി, തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും എല്ലാം നഗ്നമായ ലംഘനമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇക്കാര്യത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്നാണ് ആവശ്യപ്പെടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകാൻ ഉദ്ദേശിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വസ്തുതയുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ എനിക്കെതിരെ അദ്ദേഹം വ്യക്തിപരമായി ചില അധിക്ഷേപങ്ങൾ നടത്തുകയുണ്ടായി. ആ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ സംബന്ധിച്ചും സിവിലായും ക്രിമിനലായും നിയമ നടപടികൾ സ്വീകരിക്കാനും, അതുപോലെ തന്നെ കേരള പോലീസ് ആക്ട് അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയുള്ള ഈ വിഷലിപ്തമായ പ്രചാരങ്ങൾ സംബന്ധിച്ചും പരാതി നൽകുന്നതിനും നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പത്രസമ്മേളനം നടത്തിയത്. അദ്ദേഹം ആരെ വേണമെങ്കിലും ആക്ഷേപിക്കുന്നൊരു നിലയാണ് സ്വീകരിച്ചു പോരുന്നത്. രാഷ്ട്രപിതാവായ മഹാത്മജിയെ വരെ അദ്ദേഹം അധിക്ഷേപിച്ചൊരു സംഭവം ഉണ്ടായി. മുൻ മുഖ്യമന്ത്രിമാരൊക്കെ അടക്കം എല്ലാവരെയും അധിക്ഷേപിക്കുന്ന ഒരു നില. അതുപോലെ സ്വന്തം നിലയിൽ തന്നെ അദ്ദേഹം ഈ തരത്തിലുള്ള അധിക്ഷേപ വ്യക്തിഹത്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അത് അവസാനിപ്പിക്കാൻ കേരളത്തിലെ പൊതുസമൂഹം തന്നെ മുന്നോട്ട് വരേണ്ട ഒരു ഘട്ടത്തിലേക്ക് വരെ എത്തിയിരിക്കുന്നു. വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുകയും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം ഏർപ്പാടായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അഴിമതി സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം. ഈ ഫണ്ടിൻ്റെ ഉറവിടത്തെ സംബന്ധിച്ച് ഇതെവിടെയൊക്കെ എപ്രകാരം ചിലവഴിക്കപ്പെട്ടു, അത് തെരഞ്ഞെടുപ്പിനെ ഏത് വിധത്തിലൊക്കെ തെറ്റായി സ്വാധീനിക്കാനാണ് ശ്രമിച്ചത്, അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഫണ്ട് ആരൊക്കെയോ മുക്കിയെന്ന് പറയുന്നുണ്ട്. ആ സംഭവമൊക്കെ സംബന്ധിച്ചുള്ള സമഗ്രമായ അന്വേഷണം വേണം. അതുപോലെ എനിക്കെതിരെയൊക്കെ നടത്തിയ വ്യക്തിപരമായ അധിക്ഷേപത്തിൽ നിയമമനുശാസിക്കുന്ന പ്രകാരത്തിലുള്ള എല്ലാ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. ഇതാണ് സൂചിപ്പിക്കാൻ. യെസ് പോലീസ് അന്വേഷണം ആവശ്യമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കേണ്ടത് കോടതിയിൽ. യെസ്, തീർച്ചയായിട്ടും. ഒന്ന് അദ്ദേഹം പറഞ്ഞ അദ്ദേഹമാണ് ആരോപണമൊന്നും ഉന്നയിച്ചില്ല. ജില്ലാ പഞ്ചായത്ത് എന്നെ പ്രസിഡൻ്റാക്കി. ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. അദ്ദേഹം ആരോപണമൊന്നും ഉന്നയിച്ചില്ല. അദ്ദേഹം വസ്തുതാവിരുദ്ധമായ അടിസ്ഥാനരഹിതമായ ചില പരാമർശങ്ങളാണ് നടത്തിയത്. ഒന്ന് ചില പിതൃശൂന്യ പരാമർശങ്ങളാണ്. അതിൽ അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിൻ്റെ അപ്പനാരാണെന്ന് നിശ്ചയമില്ലാത്ത സ്ഥിതിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം SLC ബുക്ക് പ്രകാരം അദ്ദേഹത്തിൻ്റെ പിതാവ് പ്ലാത്തോട്ടത്തിൽ ചാക്കോയാണെന്നാണ് SLC ബുക്കിലെ രേഖ. പക്ഷെ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നരേന്ദ്രമോദിയാണ് അദ്ദേഹത്തിൻ്റെ അപ്പനെന്നാണ്. കുറച്ച് നാൾ മുമ്പ് അദ്ദേഹം ബിഷപ്പ് ഫ്രാങ്കോ ജയിലിൽ കിടന്നപ്പോൾ സന്ദർശിക്കാൻ പോയി. ആ സന്ദർശിക്കാൻ പോയിട്ട് ഇറങ്ങി വന്നപ്പോൾ മാധ്യമപ്രവർത്തകർ പറഞ്ഞു,
ഞാൻ എൻ്റെ അപ്പനെ കാണാനാണ് ജയിലിൽ പോയത്, എൻ്റെ അപ്പനാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പൻ ആരാണെന്ന് അദ്ദേഹത്തിന് തന്നെ നിശ്ചയമില്ലാത്തൊരു സ്ഥിതി ഉണ്ട്. ആദ്യം അദ്ദേഹം തീരുമാനിക്കട്ടെ, എന്നിട്ട് മറ്റുള്ളവരുടെ അപ്പനെ വിളിക്കുന്ന നിലപാടുമായിട്ട് ഇറങ്ങട്ടെ എന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, അദ്ദേഹമാണ് എന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായത് 2005 മുതൽ 2010 വരെയുള്ള തദ്ദേശ സ്ഥാപന കാലയളവിലാണ്. ആ കാലയളവിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രതിനിധി, അന്ന് കേരള കോൺഗ്രസ് എം ഒറ്റ പാർട്ടിയാണ്, പി സി ജോർജ് ഇല്ല, കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചതും ജയിച്ചതും പ്രസിഡൻ്റായതും. പ്രസിഡന്റ് പദവി ഒഴിയുമ്പോഴും കേരള കോൺഗ്രസ് എം ഒറ്റ പാർട്ടിയാണ്. അന്ന് പി സി ജോർജ് ജനപക്ഷം എന്നുള്ള സ്വന്തം പാർട്ടിയുമായി പൂഞ്ഞാറിൽ MLA ആയി പ്രവർത്തിക്കുക. അന്ന് കേരള കോൺഗ്രസ് എം UDFിലാണ്. അന്ന് പി സി ജോർജ് UDFിലില്ല. ഞാൻ UDFിലുള്ള കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രതിനിധിയായിട്ടാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. എന്നെ ജില്ലാ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥിയാക്കുന്നതിലോ ജയിപ്പിക്കുന്നതിലോ പ്രസിഡന്റ് ആക്കുന്നതിലോ ഒന്നും ഒരു പങ്കും അദ്ദേഹം വഹിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ആ കാലത്തൊക്കെ ഞങ്ങളുടെ പാർട്ടിക്കും മുന്നണിക്കും എതിരായ രാഷ്ട്രീയ നിലപാടുമായിട്ടാണ് അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കല്ലുവച്ച നുണകൾ പ്രചരിപ്പിക്കുക. ഇതേക്കുറിച്ചൊന്നും ഒരുപക്ഷെ വിശദമായി പരിശോധിക്കാത്തവർ ശരിയാണെന്ന് ധരിച്ചോട്ടെ എന്ന് കരുതിയാണ് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഇത്തരം പരാമർശനങ്ങളുമായി അദ്ദേഹം തന്നെ സ്വയം അപഹാസ്യനാവുകയുള്ളൂ ഇങ്ങനെയുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുമായി ബന്ധപ്പെട്ട് പി സി ജോർജിന് ഏതെങ്കിലും നിലയിലുള്ള ഒരു ബന്ധവും അക്കാര്യത്തിൽ ഇല്ല എന്നും, അദ്ദേഹം അന്ന് ഞങ്ങളുടെ പാർട്ടിയിലില്ല, ഞങ്ങളുടെ മുന്നണിയിലില്ല. അതിലുപരി അദ്ദേഹം പറയുന്നത് VS അച്യുതാനന്ദൻ വഴി പ്രസിഡൻ്റാക്കിയെന്ന്. ആളുകൾക്ക് വളരെ പ്രായമാകുമ്പോൾ സാമാന്യബോധവും യുക്തിയും എല്ലാം നഷ്ടപ്പെടുന്ന ഒരു ഡിമെൻഷ്യ എന്നൊരു അസുഖത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ നിലയിലുള്ള വല്ല രോഗം അദ്ദേഹത്തിനുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഈ വസ്തുതാവിരുദ്ധമായ പരാമർശവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കത് സൂചിപ്പിക്കാനുള്ളത്. എത്ര? അല്ല, BJP PCOന് എത്ര കൊടുത്തു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയത് 4 കോടി രൂപ അഫിഡവിറ്റിലുള്ള, അത് പറയാം 28 ലക്ഷം. 28 അഫിഡവിറ്റിലല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1 മാസത്തിന് ശേഷം നമ്മൾ കണക്ക് കൊടുക്കണം. ഞാനടക്കം കണക്ക് കൊടുത്തു, എക്സ്പെൻസ്. ആ കണക്ക് ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പാകെ നമ്മൾ സത്യവാങ്മൂലത്തോടൊപ്പം സമർപ്പിക്കുകയാണ്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്ര 28,68,060 രൂപ. അതെ, ആയിരിക്കാം. അല്ല, ബാക്കി തുകയല്ല. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവകാശവാദം 4.5 കോടി രൂപ ചെലവഴിച്ചു. 4.5 കോടി രൂപയുടെ കാര്യം ഞാൻ പറഞ്ഞത്. 28 ലക്ഷം സംബന്ധിച്ച് എനിക്ക് തർക്കമൊന്നുമില്ല. കാരണം 40 ലക്ഷം രൂപ വരെ ഒരു സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ ചെലവഴിച്ചാൽ സ്ഥാനാർത്ഥി ജയിച്ചാൽ അയോഗ്യനാവും. തോറ്റാലും ആ സ്ഥാനാർത്ഥിക്ക് പിന്നീടുള്ള 6 വർഷക്കാലത്തേക്ക് തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ കഴിയാത്ത തെരഞ്ഞെടുപ്പ് അയോഗ്യത വരും. അത് തെരഞ്ഞെടുപ്പ് കുറ്റമാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് കുറ്റം ചെയ്തു എന്ന് അദ്ദേഹം സ്വയം സമ്മതിച്ചിരിക്കുകയാണ് തൻ്റെ വെളിപ്പെടുത്തലിലൂടെ. 40 ലക്ഷം രൂപയാണ് ഇപ്പോൾ സീലിംഗ് പരിധി. അദ്ദേഹം 28 ചെലവഴിച്ചുള്ളതായിട്ടാണ് അദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിരിക്കുക. അദ്ദേഹം ഒപ്പിട്ട് കൊടുത്ത കണക്കാ, സത്യവാങ്മൂലത്തിന്റെ പിൻബലത്തോടു കൂടി. ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ തെരഞ്ഞെടുപ്പ് സംഭാവന കൊടുത്തിട്ടുണ്ടാവും, സ്വന്തം പോക്കറ്റിൽ നിന്ന് ചെലവഴിച്ചിട്ടുണ്ടാവാം. അതൊക്കെ അതിനകത്ത് വിശദമായിട്ട് അദ്ദേഹം കൊടുത്ത കണക്കിനകത്ത്, ഞാൻ അതിനകത്ത് ആകെ ഉള്ളത് പരിശോധിച്ചത്, ആകെ ചെലവഴിച്ച തുക മാത്രമേ പരിശോധിച്ചുള്ളൂ. അത് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിരിക്കുന്ന രേഖപ്രകാരം 28,68,060 രൂപയാണ്. ആ സ്ഥാനത്താണ് അതിൻ്റെ ഏതാണ്ട് 15 മടങ്ങ് വരുന്ന 4.5 കോടി രൂപ ചെലവഴിച്ചു എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ഒരു തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യമാണ് സംഭവിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ച് നിയമപരമായ അന്വേഷണം നടക്കണമെന്നുള്ളതാണ് ഞാൻ മുന്നോട്ട് വെച്ച ആവശ്യം. ഇല്ല, അദ്ദേഹത്തിൻ്റെ തന്നെ സ്ഥലത്തിലുള്ളതല്ല. അങ്ങനെ മാറ്റി കേസ് വരുമെന്ന് കണ്ടപ്പോഴും പാർട്ടി നേതൃത്വം വിളിച്ച് വരട്ടിയപ്പോഴും അദ്ദേഹത്തിന് വാക്ക് മാറുന്ന കാര്യത്തിൽ
കേരള രാഷ്ട്രീയത്തിൽ ഇത്രയേറെ വാക്ക് മാറിയിട്ടുള്ള ആരെങ്കിലും ഉണ്ട്? ഇപ്പൊ പറയുന്നതല്ലോ 10 മിനിറ്റ് കഴിയുമ്പോൾ പറയുന്നു. മാറ്റി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അല്ലേ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്ത ആള് ഞാൻ ചെയ്തു എന്ന് പരസ്യമായി സമ്മതിച്ചു. പിന്നീട് മാറ്റി പറഞ്ഞത് പാർട്ടി നേതൃത്വം വിളിച്ച് വരട്ടിയിട്ടാണ്. മാറ്റി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ ഡിജിറ്റൽ എവിഡൻസ് ഇരിക്കല്ലേ. 4 കോടി രൂപ ചെലവഴിച്ചു, ഓരോ ബൂത്തും 31,000 രൂപ കൊടുക്കാനാണ് പറഞ്ഞിരുന്നത്. ഞാൻ പലയിടത്തും വിളിച്ചു ചോദിച്ചപ്പോൾ അത് കൊടുത്തിട്ടില്ല. ഒരു ബൂത്തിൽ 31,000 കൊടുത്താൽ 218 ബൂത്തുണ്ട്. തുക എവിടെ ചെല്ലും? അല്ല, അതിലുപരി ഈ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം 17-ാം നമ്പർ ബൂത്തിൽ അദ്ദേഹത്തിൻ്റെ ഏജന്റിനെയും പണവും ആളുകളെയും സഹിതം നാട്ടുകാർ തടഞ്ഞു വെച്ചു. ഇരേറ്റുപേട്ട പോലീസ് കേസുണ്ട്. അന്ന് മീഡിയയിലെല്ലാം വന്നതല്ലേ. അപ്പം ആ നിലയിലുള്ള വലിയ തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യം, തെരഞ്ഞെടുപ്പ് അഴിമതി, ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും ലംഘനമാണ് സംഭവിച്ചത്. പ്രചരണം നന്നായിട്ടില്ല. അതൊക്കെ അത് എങ്ങനെ അതൊക്കെ അവർ തമ്മിൽ തീരുമാനിക്കട്ടെ. അതിനകത്തൊന്നും ഞാൻ കക്ഷിയല്ലല്ലോ. എൻ്റെ ആകെ കണ്ടൻഷൻ ഒരു തെരഞ്ഞെടുപ്പിൽ നിയമപരമായി ചെലവഴിച്ചു എന്ന് പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത കണക്ക് ആ പരിധിക്കകത്ത് നിന്നുകൊണ്ട് പരിധിയേക്കാൾ 12 ലക്ഷത്തിലോളം കുറവാണ്. എന്നിട്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ 15 മടങ്ങ് ചെലവഴിച്ചതായി അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുക. ഇത് നിയമപരമായി തെറ്റാണ്. ആ വൈരുദ്ധ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ആരൊക്കെ അടിച്ചുകൊണ്ട് പോയി എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ അവർ തമ്മിൽ തീരുമാനിക്കട്ടെ. ഏതാ കേസുണ്ട്? അത് പോലീസിലും കോടതിയിലും എന്താണെന്നാണ് ഞാനത് കൃത്യമായി പരിശോധിച്ചില്ല. ഏതായാലും അന്നിങ്ങനെ സംഭവം ഉണ്ടായി, പോലീസ് അതിൽ കേസെടുത്തു. അത്രയും കാര്യങ്ങൾ ബാക്കി ഇപ്പോഴത്തെ സ്ഥിതി എനിക്കറിഞ്ഞു. അതെ, PC ജോർജിനോടൊപ്പം തന്നെ. അതെ, അദ്ദേഹത്തിൻ്റെ ആൾ തന്നെ. അദ്ദേഹമാണ് പണം കൈകാര്യം ചെയ്തതെന്നാണ് ജോർജ് പറയുന്നത്. MLA ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ്. ഇന്നലെ കർഷക ദിനമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട എല്ലാ കർഷക ഭവനുകളിലും കൃഷിഭവനുകളിലും ചടങ്ങുകൾ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ സർക്കുലർ പ്രകാരം കർഷക ദിനാചരണം MLA ഉദ്ഘാടനം ചെയ്തതാണ്. അദ്ദേഹം ഉണ്ടായിരുന്നില്ല. പ്രളയത്തിൻ്റെ ആണെങ്കിലും ബാക്കി പ്രവർത്തനങ്ങൾ അവിടെ ഒരു സന്നദ്ധ സേവന സംവിധാനങ്ങളുടെ നേതൃത്വത്തിൽ ഒരു പരിധിവരെയൊക്കെ നടന്നു എന്നുള്ളതാണ് വസ്തുത. ഔദ്യോഗികമായി പ്രഖ്യാപിച്ച 10,000 രൂപയാണ് കടകൾക്കൊക്കെ നഷ്ടമില്ല. അത് വളരെ അപര്യാപ്തമാണ്. പക്ഷേ അതുപോലും നാളിതുവരെ കൊടുത്തിട്ടില്ല. ഇപ്പോഴും അമേരിക്ക തന്നെയാണ്, വന്നിട്ടില്ല. മുമ്പ് പോയില്ല. പ്രളയം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ മറ്റുമാണ് പോയത്. ഇല്ല, ഉണ്ടായിരുന്നില്ല. അതിലുപരി പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ ഉണ്ടായില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു പോരായ്മയാണ്. മറ്റൊരു പ്രധാന പ്രശ്നം, ഓരോ വകുപ്പുകളുമാണ്. കൃഷി പോയതിന് കൃഷി വകുപ്പ് നഷ്ടപരിഹാരം കൊടുക്കും. വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെട്ടതിന് മൃഗസംരക്ഷണ വകുപ്പ് നഷ്ടപരിഹാരം കൊടുക്കും. സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചില കാര്യങ്ങൾ ചെയ്യും. ഇങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഈ നഷ്ടമുണ്ടായവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്ന ഒരു വലിയ പ്രോസസ്സുണ്ട്. അത് കോർഡിനേറ്റ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും MLAക്ക് മാത്രമേ കഴിയുള്ളൂ. കാരണം വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകൾ ആ ഒരു കോർഡിനേഷനോ അതിൻ്റെ നടപടിക്രമങ്ങൾ ഉദ്യോഗസ്ഥർ വഴി കൃത്യമായി പാലിച്ചു വേണം ഈ കോമ്പൻസേഷനിലേക്കൊക്കെ പോകാൻ. ഇതൊന്നും ചെയ്യിക്കാൻ ഒരു നാഥനില്ലാ കളരിയായി മാറിയൊരു സ്ഥിതി ഉണ്ടായി. അവസാനിപ്പിക്കാം. ഞാനിതിൻ്റെ PDF ഫോർമാറ്റ് വാട്സപ്പിൽ ഇട്ട് തരാം. ഈ വല്ലാത്ത ബ്ലോക്കായിരുന്നു, അതാണ് താമസിച്ചത് കേട്ടോ. മണർകാട് മൂലം ഇങ്ങോട്ടും